വാർത്തകൾ ഇതുവരെ തുടരുകയാണ്. തെരഞ്ഞെടുപ്പ് രംഗത്തെ ഏറ്റവും സുപ്രധാനമായ വിവരമാണ്. അല്പസമയത്തിനകം തന്നെ കെ സുധാകരൻ മാധ്യമങ്ങളെ കാണാൻ ഒരുങ്ങുകയാണ്. അദ്ദേഹം കണ്ണൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോകുന്നുവെന്നതാണ്. മാത്രമല്ല 15 മണ്ഡലങ്ങളിൽ തന്നെ അനുകൂലിക്കുന്നവരെ തെരഞ്ഞെടുപ്പ് രംഗത്ത് മത്സരരംഗത്ത് ഇറക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കൂടി കെ സുധാകരൻ പോകുന്നുവെന്നതാണ്. വളരെ വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് UDF-നെ കൊണ്ടെത്തിക്കുന്ന തീരുമാനമാണ് കെ സുധാകരൻ കൈക്കൊള്ളുന്നത് എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഇനി അവസാന നിമിഷവും അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിൽ ഇപ്പോൾ ട്വിസ്റ്റാണ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയും എന്തെങ്കിലും സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൂചന എന്നത് അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഇറങ്ങുന്നു എന്നത് തന്നെയാണ്. ഇന്ന് രാത്രി 10:30 വിമാനത്തിൽ അദ്ദേഹം കണ്ണൂരിലേക്ക് വരികയും ചെയ്യും. നാളെ അദ്ദേഹത്തിന് സ്വീകരണ പരിപാടികളുണ്ട്. അതായത് ഔദ്യോഗികമായി തന്നെ പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഡൽഹിയിൽ വെച്ച് മാധ്യമങ്ങളെ അദ്ദേഹം കാണും. അപ്പോൾ തന്നെ ഈ തീരുമാനം അദ്ദേഹം പറയും എന്നാണ് കരുതുന്നത്. എന്തായാലും UDF-നെ സംബന്ധിച്ച് ആദ്യത്തെ 55 സീറ്റുകളിൽ സ്ഥാനാർത്ഥി നിർണയം നടന്നു. ബാക്കി പട്ടിക ഇങ്ങനെ ചർച്ചകൾ തീരുമാനങ്ങളില്ലാതെ നീണ്ടുപോകുന്നു. ഇന്ന് 7 മണിക്കുള്ളിൽ പട്ടിക വരുമെന്ന് അറിഞ്ഞതിന് പിന്നാലെയാണ് കെ സുധാകരൻ്റെ ഈ ഒരു നീക്കവും കൂടി രംഗത്തേക്ക് വരുന്നത്. പി ബസന്ത് തുടരുകയാണ്. ബസന്ത്, 15 മിനിറ്റാണ് പറഞ്ഞ സമയപ്രകാരം ഇനി UDF-ന്റെ രണ്ടാം പട്ടിക വരാനിരിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ കെ സുധാകരൻ ഈ ഒരു തീരുമാനമെടുത്താൽ ഇനി ആ പട്ടിക നിലനിൽക്കുമോ എന്ന് തന്നെ അറിയില്ല. പട്ടിക നിലനിൽക്കും. കെ സുധാകരന്റെ പേരുണ്ടാവില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. AICCയുടെ ഔദ്യോഗിക പട്ടികയാണ് വരുന്നത്, രണ്ടാം പട്ടികയാണ് വരുന്നത്. അതിൽ ഈ കോൺഗ്രസ് മത്സരിക്കുന്ന മറ്റെല്ലാ സീറ്റുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ളൊരു തീരുമാനമായിരിക്കും. അതിൽ ഈ പറയുന്ന കണ്ണൂരിൻ്റെ കാര്യത്തിൽ നേരത്തെ എടുത്ത മോഹൻ്റെ പേര് അത് ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ കോന്നി സീറ്റിലും നേരത്തെ തീരുമാനിച്ച മറ്റൊരു പേര്, അതായത് നിലവിലുള്ള MP-യുടെ പേരല്ല, മറ്റൊരു പേര് അതിലുണ്ടാവാനുള്ളൊരു സാധ്യതയാണുള്ളത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, സുധാകരൻ ഇടഞ്ഞു കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഇന്ന് രാവിലെ KC വേണുഗോപാലിനോട് ഗുഡ് ബൈ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം കോൺഗ്രസിനോടും വിട പറയാൻ തയ്യാറെടുക്കുന്നു എന്നുള്ളൊരു സൂചന തന്നെയാണ് വരുന്നത്. സ്വാഭാവികമായിട്ടും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിക്കാൻ ഇറങ്ങിയാൽ പാർട്ടിക്ക് ഒരു നടപടി എടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു മുൻ KPCC അധ്യക്ഷൻ, പാർട്ടിയുടെ കണ്ണൂർ ഭാഗത്തുള്ള സമുന്നതനായ നേതാവ്, മാത്രമല്ല മുൻ മന്ത്രി, അങ്ങനെ വിവിധ തലങ്ങളിൽ പാർട്ടിയുടെ വളരെ ശക്തിയായി നിന്ന ഒരു നേതാവിനെതിരെ നടപടി എടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് പോകേണ്ട ഒരു സാഹചര്യമായിരിക്കും അദ്ദേഹത്തിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയാണെങ്കിൽ. ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ പങ്കുവെക്കുന്നതാണ്. അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകും. നാളെ മറ്റ് 15 സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിക്കും എന്നുള്ള തരത്തിൽ അത്തരമൊരു തീരുമാനത്തിലേക്ക് അദ്ദേഹം പോകുമോ എന്നാണ് കണ്ടറിയേണ്ടത്. മാത്രമല്ല, പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കാവുന്ന വിഷയങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അത് സംഘടനാ തലത്തിൽ ഉണ്ടാക്കാവുന്ന പ്രശ്നങ്ങൾ, സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കാവുന്ന ആശയക്കുഴപ്പം, ഇതൊക്കെ തന്നെ UDF-നെ വരാൻ പോകുന്ന ദിവസങ്ങളിൽ കണ്ണൂരിൽ കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കാൻ കെ സുധാകരൻ എന്ന നേതാവിന്റെ സാന്നിധ്യമായിരുന്നു എന്നതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ പാർട്ടി അത്രത്തോളം ഹൃദയത്തോട് ചേർത്ത് സ്നേഹിച്ച ഒരാൾ, എന്നാൽ തനിക്ക് MLA ആയി മത്സരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോഴേക്കും ഇത്രയും ഈ പതിറ്റാണ്ടുകൾ നീണ്ട ആ ബന്ധമെല്ലാം അറുത്തുമുറിച്ചുകൊണ്ട് അദ്ദേഹം സ്വതന്ത്രനായി പോകുമ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം എങ്ങോട്ടാണെന്നുള്ള ആശങ്ക, സംശയം എല്ലാവർക്കും ഉണ്ടാകും. കോൺഗ്രസിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള സംശയവും ആശങ്ക, അത് പൊതുവെ എല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസിൻ്റെ അണികളെ ആത്മവിശ്വാസത്തെ തന്നെ ചോർത്തിക്കളയുന്നൊരു തീരുമാനമല്ലേ കെ സുധാകരൻ്റേത്? തീർച്ചയായും അതങ്ങനെ തന്നെയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സംഘടനാ തലത്തിൽ വലിയ തോതിൽ ഉലയ്ക്കുന്ന ഒരു തീരുമാനം തന്നെയായിരിക്കും സുധാകരനെ പോലെ ഒരാൾ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ. പക്ഷേ ഇതിൽ മറ്റൊരു വിഷയം, സുധാകരൻ ഒരു കാലഘട്ടത്തിൽ CPM-ന്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ മുൻപന്തിയിൽ നിന്നിരുന്ന ഒരു നേതാവ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കണ്ണൂരിൽ CPM-ന്റെ ആക്രമണങ്ങളെ ചങ്കുറപ്പോടെ നേരിട്ടിരുന്ന ഒരു നേതാവ് എന്നുള്ളത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ തൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വലിയ തോതിലുള്ള സമ്മർദ്ദങ്ങളും അദ്ദേഹം ചെലുത്തിയിരുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ മറക്കരുത്. KPCC അധ്യക്ഷ പദവിയിലേക്ക് അദ്ദേഹത്തെ പരിഗണിച്ചില്ലെങ്കിൽ ആ സമയത്തുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ, അദ്ദേഹത്തിൻ്റെ വാചകങ്ങളൊക്കെ തന്നെ വലിയൊരു സമ്മർദ്ദം പാർട്ടിക്ക് മേലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇത് ഒഴിയുന്ന ഒരു സാഹചര്യത്തിലും അത്തരത്തിൽ വലിയ സമ്മർദ്ദങ്ങൾ പാർട്ടിക്ക് മേൽ സുധാകരൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ അദ്ദേഹം അടിയുറച്ചൊരു കോൺഗ്രസ്സുകാരൻ തന്നെയായിരുന്നു. കോൺഗ്രസിൻ്റെ എല്ലാ പ്രവർത്തനത്തിലും വളരെ സജീവമായി നിന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കണ്ണൂർ പോലൊരു ജില്ലയിൽ വലിയ തോതിലുള്ള സ്വാധീനം താഴെത്തട്ടിലും ഉണ്ട് എന്നുള്ളത് നമ്മൾ ആരും മറക്കുന്നില്ല. അത് കോൺഗ്രസ്സിലുള്ളവർക്കും അറിയാം. പക്ഷേ
പാർട്ടി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യത്തിൽ അദ്ദേഹം വീണ്ടും മത്സര രംഗത്ത് ഇറങ്ങുന്ന ഒരു സാഹചര്യം വരുമ്പോഴാണ് പലപ്പോഴും കടുത്ത തീരുമാനങ്ങളിലേക്ക് ഒരു പാർട്ടിക്ക് പോകേണ്ടി വരുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ എം പിമാരിൽ 9ഓളം എം പിമാർ മത്സരിക്കാൻ തയ്യാറായി എന്നുള്ള ചില വാർത്തകൾ വന്നിരുന്നു. അതങ്ങനെയല്ല, 5 പേരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അപ്പോഴും ഒരു സ്ഥാനമുണ്ട്. 3.5 കൊല്ലം കാലാവധിയുള്ള ഒരു സ്ഥാനം കയ്യിലിരിക്കുമ്പോൾ അത് കളഞ്ഞ് വീണ്ടും ഒരു മത്സര രംഗത്തേക്ക് ഒരു MLA ആയി മത്സരിക്കാനായി തയ്യാറെടുക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ പുതിയ ആൾക്കാർക്ക് അവസരങ്ങൾ നൽകാതെ വീണ്ടും അതിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഒരു ഭാഗത്ത് വരുന്ന മറ്റൊരു ആരോപണം. അപ്പോൾ ഈ 2 ഘടകങ്ങൾ അവിടെ ഉണ്ട്. പാർട്ടിയുമായിട്ടുള്ള ആ ഒരു അടുത്ത ബന്ധം, അതോടൊപ്പം തന്നെ പുതിയ തലമുറയ്ക്ക് വഴിമാറി കൊടുക്കുന്നില്ല എന്നുള്ളൊരു ആരോപണം, ഇതെല്ലാം കൂടി ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. ഈ എം പിമാരുടെ കാര്യത്തിൽ പറയുന്നത് പലപ്പോഴും അതായിരുന്നു. പുതിയ ആൾക്കാരെ കൊണ്ടുവന്ന് മത്സരരംഗത്തേക്ക് കൊണ്ടുവരാൻ തയ്യാറാകുന്നതിന് പകരം വീണ്ടും തങ്ങൾ തന്നെ എല്ലാ രംഗത്തും മത്സരരംഗത്തേക്കും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇറങ്ങുന്നു എന്നുള്ളൊരു ആരോപണം, അത് വലിയ തോതിൽ കോൺഗ്രസിനെ ബാധിച്ചിരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഈ എം പിമാർ മത്സരത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ളൊരു ആരോപണം വന്ന ഘട്ടത്തിൽ ഒരുപക്ഷെ അതായിരിക്കാം കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അത്തരത്തിൽ എം പിമാർ മത്സരിക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചത്. പക്ഷേ ആ തീരുമാനം എടുക്കേണ്ടിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കഴിഞ്ഞതിന് ശേഷമായിരുന്നു എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ ഉയരുന്നുണ്ട്. ഇത് വളരെ നേരത്തെ തീരുമാനിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ്. അതായത് എം പിമാർ ആരും തന്നെ മത്സരിക്കേണ്ടതില്ല എന്നുള്ളത് ഒരുപക്ഷെ അത്തരത്തിലൊരു നയപരമായ തീരുമാനം ആവശ്യമായിരുന്നുവെങ്കിൽ അത് വളരെ മുമ്പ് തന്നെ എടുക്കേണ്ട വരുന്ന ഒരു കാര്യമാണ്. അല്ലാതെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഒരു സംഘർഷത്തിലേക്കോ ഒരു സംഘടനത്തിലേക്കോ കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ സുധാകരനെ പോലൊരു മുതിർന്ന നേതാവിൻ്റെ ഒരു വലിയ തോതിലുള്ള ഒരു പിണക്കത്തിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കേണ്ടതായിരുന്നു. അവിടെ സുധാകരനെ പോലെ അടൂർ പ്രകാശിനെ പോലെയൊക്കെയുള്ള നേതാക്കളുടെ ഒരു പിണക്കത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു എതിർപ്പിലേക്ക് കാര്യങ്ങൾ എത്തിക്കേണ്ട ഒരു സാഹചര്യം ഒഴിവാക്കേണ്ടതായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം പല എം പിമാരുടെ ഇടയിലും പാർട്ടി പ്രവർത്തകരുടെ ഇടയിലുമുണ്ട്. അതായത് ഇത് നേരത്തെ തന്നെ പരിഹരിക്കേണ്ടിയിരുന്ന ഒരു വിഷയമാണെന്നുള്ളത്. മാത്രമല്ല, കേരളത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ മാത്രം നയപരമായ തീരുമാനം എന്ന് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ പറയുന്നതിനോടും അവർക്ക് എതിർപ്പുണ്ട്. കാരണം ആസാമിൽ ഗൗരവ് ഗൊഗോയ് കോൺഗ്രസിൻ്റെ ലോക്സഭയിലെ ഉപനേതാവാണ്. അദ്ദേഹം മത്സരിക്കുന്നുണ്ട്. ജോർഹാട്ടിൽ നിയമസഭയിലേക്ക് അദ്ദേഹം ജോർഹാട്ട് മണ്ഡലത്തിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ഗൗരവ് ഗൊഗോയ് മത്സരിക്കാൻ തീരുമാനിച്ചത് ഏത് നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളൊരു ചോദ്യവും ഉയരുന്നുണ്ടായിരുന്നു ആ ഘട്ടത്തിൽ. അപ്പോൾ ഏതായാലും സുധാകരൻ അല്പസമയത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ